പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാഗം ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാഗം ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യതയോടുകൂടി കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാനും നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ നിൻ്റെ ഹൃദയത്തെ അത് കാത്തുകൊള്ളുകയും ജീവൻ്റെ ഉത്ഭവം ആ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ കാരണമാകുകയും ചെയ്യുന്നു എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. നമ്മൾ 19-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ഒരു മനുഷ്യനുള്ള നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഓർപ്പിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നാം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനമെന്നാണ്. വീണ്ടും പറയുകയാണ് 7-ാമത്തെ വാക്യത്തിൽ തന്നെ, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്നോർപ്പിച്ചിട്ടുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ ആഴമായിട്ടുള്ള സന്തോഷം ഹൃദയത്തിനകത്ത് നൽകപ്പെടുന്നതിന് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഓർപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ 8-ാം വാക്യത്തിൽ 2-ാമത്തെ പ്രസ്താവന പറയുന്നത് കണ്ണുകൾക്ക് ആഴമായ കാഴ്ചപ്പാടുകൾ ലഭ്യമാകുന്നതിന് ദൈവവചനത്തിൻ്റെ സംഗ്രഹം പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. 10-ാമത്തെ വാക്യത്തിലേക്ക് നാം ഒന്ന് നോക്കുക. അവ ഏറ്റവും വിലപ്പെട്ടതാണ്, പൊന്നിലും തങ്കത്തിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ഓർപ്പിച്ചിട്ട്, തേനിലും തേൻ കട്ടയിലും മധുരം നിറഞ്ഞ ഒന്നാണ് ദൈവത്തിൻ്റെ വചനമെന്നും ഓർപ്പിച്ചിട്ട് 12-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ തിന്മകളെ, തെറ്റുകളെ ആഴമായി ബോധ്യപ്പെടുത്തി നീതിയിലേക്ക്, സത്യത്തിലേക്ക് അവരെ നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ശലോമോനും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ദൈവത്തിൻ്റെ വചനം ആഴമായി കരുതുന്നു എങ്കിൽ അത് നമ്മുടെ ജീവന് വളരെ പ്രധാനപ്പെട്ടതായി തീരുകയും അത് അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുമെന്ന് ഓർപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2 പദങ്ങളാണ്, ആഴമായ സൗഖ്യവും ആഴമായ നിത്യജീവനും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ പ്രാണനെ തണുപ്പിക്കുന്നതും ജ്ഞാനം നമുക്ക് നൽകിത്തരുന്നതും ആഴമായ സന്തോഷവും കണ്ണുകൾക്ക് കാഴ്ചപ്പാടും ആഴമായിട്ടുള്ള ആത്മ നന്മകളും മധുരമുള്ള അനുഭവങ്ങളുമൊക്കെ ദൈവം തരുന്നതാണ് എന്നോർപ്പിക്കുമ്പോൾ തന്നെ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇത് നമുക്ക് ജീവൻ നൽകുന്നതാണ് എന്നും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത നാം ആഴമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഭൂമിയും ഭൂമിയിലുള്ള സകലതും ആകാശവും ആകാശമേഘങ്ങളുമൊക്കെ മാറിപ്പോകും. മാറിപ്പോകാത്തത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമുക്ക് സൗഖ്യവും ജീവനും
നന്മയും നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവവചനത്തിൻ്റെ ആധികാരികത തിരിച്ചറിയുവാനും ഞങ്ങൾക്കതിനെ വേണ്ടതുപോലെ കാക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാനും അതിലൂടെ ഉണ്ടാകുന്ന വിടുതലുകളും സൗഖ്യങ്ങളും നിത്യജീവനുകളും ഞങ്ങൾക്ക് പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.